ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞത് സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് സെൽഫ് അടിക്കില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് വെട്ടലും ജർക്കിങ്ങും പറഞ്ഞിട്ടുണ്ട്. എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ്, ചെക്കപ്പ് ഉള്ളിയാണ് പറഞ്ഞാണ്. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലഗേജ് ബോക്സിനുള്ളിൽ ചെറിയൊരു പീസ് പോയിട്ടുണ്ട്, അപ്പോൾ അത് ഫിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് വലിയ കുറവ് പറഞ്ഞിട്ടുണ്ട്, പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് വലിയ കുറവുണ്ട് വണ്ടിക്ക്. അത് കൂടാണ്ട് വണ്ടിക്ക് ബ്രേക്ക് തീരെയില്ല, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കിട്ടുന്നില്ല. വെട്ടൽ കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ട് ഭാഗത്തുനിന്ന്. അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി സർവീസിന് വേണ്ടിയിട്ട് കയറ്റി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. ലൈനർ തീർന്നതാണ്, അത് മാറ്റിയിട്ടാലാണ് റെഡി ആവുള്ളൂ കേട്ടോ. ബ്രേക്ക് ലൈനർ ബാക്കിലത്തെ തീർന്നിട്ടുണ്ട്. ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങൊക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയർ ഏകദേശം ഒരു 80% തീർന്ന് നിൽക്കണം കേട്ടോ, കുറച്ചും കൂടി ഓടാനുണ്ട്. ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റിയിടാം, എന്നാലാണ് റെഡി ആവുള്ളൂ. പിന്നെ ഗിയറിനകത്ത് ഓയിലില്ല, ഗിയർ ബോക്സ് ഓയിൽ ലെവലൊന്നുമില്ല, അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽ മാറണം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമ്മൾ കിടക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലച്ചിനകത്ത് കുറച്ച് ഡാമേജുകൾ, കുറച്ച് പാർട്സുകൾ ഡാമേജ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ വണ്ടിക്ക് വലിയ കുറവ് തന്നെ മെയിൻ കാരണം. അതിനകത്ത് ഒന്ന് ഈ വന്ന വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ അലുമിനിയം ബോക്സ്, ഈ അലുമിനിയം വീലാണ്. അലുമിനിയം വീലും കോർണർ ബുഷും തമ്മിൽ, അത് ബോസ് ഡ്രൈവ് എന്ന് പറയും. അത് രണ്ടും പ്ലേ കാണിക്കുന്നുണ്ട്. അത് ഇത്ര ഷെയ്ക്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വണ്ടി വലിയുടെ പ്രശ്നം കാണിക്കുന്നത്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്, ബെൽറ്റ് പൊട്ടിയിരിക്കുകയാണ്. അത് ഈ സൈഡൊക്കെ പൊട്ടിയേക്കാണ്. അപ്പോൾ ബെൽറ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഈ സൈഡൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും അത് ആ പൊളിഞ്ഞെടുത്ത് പോയി വണ്ടി വഴിപ്പെടുന്ന സിറ്റുവേഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഇവിടുത്തെ ക്രാങ്കിൻ്റെ ഓയിൽ സീൽ ഇവിടെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. കൈയോടെ തന്നെ ആ ഓയിൽ സീൽ മാറ്റിയിട്ടാൽ നന്നായിരിക്കും. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. വേറെ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ തന്നെ ഒരു പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വി ബുഷും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ ക്ലച്ചിൽ 1, 2, 3 അത് കൂടാണ്ട് ബെൽറ്റ് അടക്കം 4 പാർട്സുകൾ ഡാമേജ് ആയിട്ടുണ്ട്. അതാണ് ആ മെയിനായിട്ട് നമുക്ക് ആ വലിയുടെ പ്രശ്നം കാണിക്കുക. അത് മാറ്റിയിട്ട് ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്കതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നും കാണിക്കുന്നില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തു ഓക്കെയാണ്. പക്ഷേ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഈ സർവീസിൽ ഇങ്ങനെ ഓടത്തേന്ന് വയ്ക്കാം, അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്തും പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്ന് നിൽക്കുകയാണ്, ബ്രേക്ക് ലൈനർ മാറ്റിയിടണം. മാക്സിമം തീർന്നതിനാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാം അഴിച്ചിടാമെന്ന് മാത്രം. ക്യാം അഴിച്ച് ഒരു മില്ലിങ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം, അത് റിസ്ക്കാണ്. മാറ്റണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ലിങ്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്, അതാണ് ഒരു വെട്ടൽ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വന്നതിൻ്റെ കാരണം. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഈ ബ്രേക്ക് ലൈനർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് ഓക്കെ ആയിക്കോളും. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. പിന്നെയുള്ളത് വണ്ടിക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ വർക്ക് ചെയ്യണില്ല, കേബിൾ പൊട്ടിപ്പോയേക്കണതാണ്. അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളുകൾ 2 കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ടാലാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. കാരണം അതല്ലെങ്കിൽ ബ്രേക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ ജാം ആവുന്നൊരു സിറ്റുവേഷനാണ് നിൽക്കണേ. കാരണം ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുക, ഈ സൈഡ് കണ്ട ഇവിടെ പൊട്ടിയിട്ടുണ്ട്, കേബിൾ ഓൾറെഡി വലിഞ്ഞ് നിൽക്കാം. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബൾബുകൾ പോയിട്ടുണ്ട്. അതായത് നൈറ്റ് വണ്ടി, രാത്രി വണ്ടി ഓടുന്ന സമയത്ത് ഡയലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ബൾബ് തന്നെ ഉണ്ട്, 2 ബൾബുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് പോയി കിടക്കാണ്, അത് മാറ്റിയിടുകയാണെങ്കിൽ നന്നായിരിക്കും. അതും കൂടി എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതും ഇരിക്കണ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് 12.42 വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 5 വോൾട്ടിലേക്ക് പോകുന്നുണ്ട്. അതാണ് വണ്ടിയുടെ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നതിൻ്റെ കാരണം. ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ ഭാഗം ഓക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിടാം. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് മാറ്റിയിടണം, നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കണ സമയത്ത് ഓയിൽ ലെവൽ കണ്ടില്ല. അതും പ്രകാരം ഞാൻ ഓയിൽ ഊറ്റി നോക്കിയതാണ്. 450 മില്ലി ഓയിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടിയിലുള്ളത്. നമുക്ക് 800 മില്ലി ഓയിൽ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും
ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വേറെ പുകയുടേതായിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഓയിൽ ലീക്ക് വരണം. അതിനുള്ള ലീക്കൊന്നും വണ്ടിക്ക് കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓയിൽ കുറയണ കംപ്ലൈൻറ്റ് വണ്ടിക്ക് ഉണ്ട്. ഇത് നോക്കാം. ഒന്നുമല്ല, നമുക്ക് ഈ ഓയിൽ ഫുള്ള് മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഈ കുറവുള്ള ഓയിൽ തന്നെയും നിർബന്ധമായിട്ടും ചെയ്യണം. അതായത് 800 മില്ലി ഓയിലാണ് വേണ്ടത്. ഇപ്പം നമുക്ക് 450 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ 350 മില്ലി ഓയിൽ നമുക്ക് എന്തെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തേക്ക് 350 മില്ലി പുതിയ ഓയിൽ ഒഴിക്കണേലും നല്ലത് ഓയിൽ മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഓയിൽ ലെവൽ ഇങ്ങനെ കുറയുന്നുണ്ടെന്നുള്ള കേസ് നമുക്കറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം. എത്രത്തോളം ലെവൽ കുറഞ്ഞു പോകണ്ടെന്ന് നോക്കണം. ഒരു മാസം 1000 കിലോമീറ്ററിനുള്ളിലൊക്കെ ഏകദേശം ഒരു 100 മില്ലിയൊക്കെ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആണ്. കാരണം ഞാൻ പുകയുടെ പ്രശ്നമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ ഓടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി എൻജിൻ മെയിൻ കംപ്ലൈൻറ്റിലേക്കൊക്കെ പോയി നല്ല രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇപ്പോഴും നമ്മളോട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ ചെക്കപ്പ് ഉള്ളിയാണ് പറഞ്ഞത്. പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ ലെവല് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഊറ്റി നോക്കിയത് കേട്ടോ. അത്രയും ഗൗരവത്തിലിടുക. എൻജിൻ ഓയിലിൻ്റെ കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ സ്പോട്ടിൽ പണി കിട്ടുന്ന വർക്കാണ് അതൊക്കെ. അപ്പോൾ അത്യാവശ്യം നമുക്കിതിന് കുറച്ച് മെയിൻ്റനൻസുകളുണ്ട്, കുറച്ച് പാർട്സുകൾ മാറ്റാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എൻജിൻ ഓയിൽ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. നോക്കിയിട്ട് നിങ്ങൾ പറയുന്ന പ്രകാരം നമുക്ക് ചെയ്യാം. അപ്പോൾ എൻജിൻ ഓയിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ്ങൊക്കെ അതിനകത്ത് വരും. പിന്നെ ഈ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലിങ്കിൻ്റെ ബുഷ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗ്രീൻ ബുഷ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടും ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ബ്രേക്ക് ലൈനറുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്പീഡോമീറ്ററിൻ്റെ കേബിള്, സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന 2 ബൾബുകൾ, ബ്രേക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്ന 2 കേബിളുകൾ, പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഈ ഒരു വീല്, ബോസ് ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു ബുഷ്, വി ബുഷ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് സെറ്റ് സ്ലൈഡ്, ബെൽറ്റ്, ഇത്രയായിട്ടാണ് നമുക്ക് ക്ലച്ചിൽ ചെയ്യേണ്ടതായിട്ട് തന്നെ. പിന്നെ ഉള്ളത് ഗിയറിനകത്ത് തന്നെ ഓയിൽ, അത് ലെവലൊന്നുമില്ല, തീരെ മോശമായ അവസ്ഥയിലാണ്. അപ്പോൾ ആ ഓയിലും കൂടി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കും ബ്രേക്ക് ലൈനറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ജനറൽ സർവീസിൽ പുറമെയാണ് നമുക്ക് ബ്രേക്ക് കേബിളിൻ്റെ മാത്രം തന്നെ, ബാക്കിയതെല്ലാം ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്ന വർക്കുകളാണ്. ബ്രേക്ക് കേബിൾ മാറ്റുന്നതിന് മാത്രമാണ് അഡീഷണലായിട്ട് വരുള്ളൂ. കാരണം അത് നമുക്ക് ആ ഫ്രണ്ട് കവറൊക്കെ അഴിച്ച് കുറച്ചുകൂടി താമസം വന്ന വർക്ക് ആയതുകൊണ്ടാണ് അതിൻ്റെ ലേബർ ചാർജിൽ വ്യത്യാസം വരാം. ബാക്കിയതെല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിൽ ചെയ്തു പോകാവുന്ന വർക്കുകളാണ്. അതിൻ്റെ ഭാഗമായിട്ട് അഴിച്ചേക്കുമ്പോൾ പാർട്സുകൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്താൽ അഡീഷണൽ ലേബർ നമുക്ക് വരാനില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം. ആ റിപ്ലൈ വെച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി നേരത്തെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.